ഒരു പൊതുപ്രവർത്തകൻ മൈക്കിലൂടെ ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ലാത്ത തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശപ്പെടുന്നതിന് വേണ്ടി പ്രസംഗം നടത്തി. വി.ഡി. സതീശൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ കേരളം ഇന്ന് അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ പോലും സ്വന്തം അച്ഛൻ്റെ പ്രായം ഉള്ളവരെ പോലും വളരെ ധിക്കാരത്തോടു കൂടിയും നിഷേധത്തോടു കൂടിയുമുള്ള പെരുമാറ്റവും പദപ്രയോഗവുമാണ് നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ നിങ്ങൾ കണ്ടതാണ്. ആ ബോർഡുകളിൽ ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സതീശനെതിരെയുള്ള വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചതിന് ശേഷമാണ് ആ ബോർഡുകൾ വന്നത്. ആ ബോർഡുകൾ കണ്ടത് അങ്ങനെയെന്ന് പറഞ്ഞേരെ ഞാൻ പേടിച്ചു പോയി എന്ന്. ഇതൊരു വി.ഡി. സതീശൻ്റെ വലിയ പടവും തിരിച്ച് പടം വയ്ക്കുവാനും പടത്തിന് താഴെ അടിക്കുറിപ്പ് എഴുതാനും ഒക്കെ ഉള്ള ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു മാന്യത കൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളത് ചെയ്താൽ വി.ഡി. സതീശൻ പറഞ്ഞത് ചെന്നങ്ങ് പറഞ്ഞേരെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടലിൽ വളച്ച ആളുടെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി.ഡി. സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ.